നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ 3-ാമത്തെയും 4-ാമത്തെയും രാശിയുടെ അധിപനായ ശനി 5-ാം രാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന നക്ഷത്രക്കാരായിരിക്കും. സ്വപ്നം കണ്ട ജീവിതം സ്വന്തമാക്കുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും വിട്ടുവീഴ്ചകളും നടത്തുകയും എന്നാൽ അവസാനം അതിലൊരു വിജയത്തിലെത്തിച്ചേരുകയും ചെയ്യുന്ന നക്ഷത്രത്തിൻ്റെ ഉടമകൾ. ചാരവശാൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരഗതിയെല്ലാം പരിശോധിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന വ്യക്തി, തൻ്റെ സ്വപ്നങ്ങളെ മറച്ചു വച്ച് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും കുടുംബജീവിതം സ്വർഗകരമാക്കി മാറ്റുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. അത് സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി. എന്നാൽ ഇവർക്ക് അതിൽ ഒരുപാട് മാനസികപരമായ ദുഃഖങ്ങൾ കൈവരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. കുടുംബജീവിതം ആനന്ദകരമാക്കുക, സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുക, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ. എന്നാൽ അതിൽ ഒരുപാട് തടസ്സങ്ങളെ അതിജീവിക്കുകയും മുന്നോട്ട് പോവുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുണ്ടെങ്കിലും മനസ്സിന് ധൈര്യമില്ലാത്ത കാരണത്താൽ പല മേഖലയിലും പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തടസ്സത്തെ നീക്കുന്നതിന് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കഴിയുക തന്നെ ചെയ്യും.
ജീവിതത്തിലുണ്ടാകുന്ന പേടി, ധൈര്യമില്ലാത്ത ഓരോ പ്രവൃത്തികൾ, എനിക്കത് കഴിയുമോ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള തോന്നലുകൾ, ഇതെല്ലാം നമുക്ക് മാറുകയും ധൈര്യത്തോടു കൂടി ഓരോ കാര്യങ്ങൾ നേരിടുകയും പ്രതിസന്ധികളെ തരണം ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. നമ്മൾ എന്താണോ ഭയപ്പെട്ടിരുന്നത്, അതെനിക്ക് നേടാൻ സാധിക്കില്ല, അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകും, അയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ അപ്പോൾ ഞാനതിന് പ്രതികരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന നക്ഷത്രക്കാരാണ്. ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ധൈര്യം വരുന്നു. ഒരു കാര്യം ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിലെല്ലാം പുറകിലോട്ട് പോയി ഇന്ന വ്യക്തികളായിരിക്കും. എന്നാൽ ഈ ഒരു മാറ്റം വരുമ്പോൾ ജൂലൈ 13-ാം തീയതിക്ക് ശേഷം അവർ വളരെ ശക്തമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒറ്റ ദിവസം തന്നെ ഒരു ചാപ്റ്റർ വരെ പഠിച്ച് തീർക്കുകയും അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുകയും അതിനുവേണ്ടി സമയം ചിലവാക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഈ ഒരു സമയം വരുത്തിയെടുക്കുവാൻ സാധിക്കും. ജൂലൈ 13-ാം തീയതി മുതൽ നവംബർ 28-ാം തീയതി വരെയുള്ള 139 ദിനരാത്രങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിനങ്ങളാക്കി മാറ്റുവാൻ നക്ഷത്രക്കാർക്ക് കഴിയും. ധൈര്യമായി മുന്നോട്ട് പോകുക. ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജീവിതം വിജയിക്കുവാൻ സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും, ഐശ്വര്യപൂർണ്ണമായി ജീവിക്കുവാൻ സാധിക്കും, ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുവാനും സാധിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മുൻ നാളുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ അയ്യപ്പസ്വാമിയെയും ശ്രീധർമ്മശാസ്താവിനെയും നവഗ്രഹങ്ങളെയും അല്ലെങ്കിൽ ശനീശ്വര ദേവനെയൊക്കെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും.